ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു, യേശുവിനെ ക്രിസ്തുവാണെന്നുള്ള ഒരു തിരിച്ചറിവും ആ ഒരു വെളിപ്പാടും ഏതൊരു വ്യക്തിയും പ്രാപിക്കുമ്പോൾ ആ വ്യക്തി ക്രിസ്തു യേശു മുഖാന്തരമുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. ആ ഒരു വെളിപ്പാടും തിരിച്ചറിവും ലഭിച്ച രക്തസ്രാവക്കാരി സ്ത്രീ വെളിപ്പാടോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു വിടുതൽ പ്രാപിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ നമ്മൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്, യേശുവിനെ യേശുവായിട്ടല്ല നമ്മൾ തിരിച്ചറിയേണ്ടത്, യേശുവിനെ ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. താൽക്കാലികമായിട്ട് നമ്മൾ യേശുവിൻ്റെ നാമം നമ്മൾ പറഞ്ഞെന്നാൽ അവിടെ രോഗസൗഖ്യങ്ങൾ നടക്കും, പല ദൈവപ്രവൃത്തികളും നടക്കും. കാരണം ആ നാമത്തിൻ്റെ മുന്നിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകലരുടെയും മുട്ടുമടങ്ങും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്. പക്ഷേ എൻ്റെ ഭാഷയിൽ പറഞ്ഞെന്നാൽ ആ നാമത്തിൽ നമുക്ക് കിട്ടുന്ന വിടുതൽ ഒരു ഗിഫ്റ്റാണ്. പക്ഷേ യേശുവിനെ ക്രിസ്തുവാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് ക്രിസ്തുവേശുവിൽ ഇതെൻ്റെ അവകാശമാണ്, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ കൊടുത്ത വിലയാണ്, അത് എൻ്റെ അവകാശമാണ്, എനിക്കായി പിതാവായ ദൈവം ഒരുക്കിയ വിടുതലാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലിനായി നമ്മൾ അപേക്ഷിച്ചെന്നാൽ, ആ വിടുതലിനായി നമ്മൾ സമീപിച്ചെന്നാൽ, ആ വിടുതൽ നമുക്ക് ഗിഫ്റ്റായിട്ടല്ല കിട്ടുന്നത്, നമ്മുടെ അവകാശമായിട്ടാണ് കിട്ടുന്നത്. മനുഷ്യരാശിയുടെ അവകാശമാണ് ക്രിസ്തുവേശുവിലുള്ള സൗഖ്യവും വിടുതലും. അതിൽ ഏറ്റവും പ്രാധാന്യമാണ് പാപമോചനം. അപ്പോൾ യേശുവിനെ ക്രിസ്തുവാണെന്ന് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞെന്നാൽ ആ വെളിപ്പാടോടുകൂടി ആണ് പിതാവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ കൃപയിൽ മറഞ്ഞു നിന്നുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പിതാവിനോട് നിങ്ങൾ അപേക്ഷിച്ചെന്നാൽ തീർച്ചയായിട്ടും ആ വിടുതലും അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണത്. എവിടെയാണോ നമ്മൾ യേശുവിനെ കുറിച്ച് പറയുന്നത് അവിടെയെല്ലാം ഈ യേശു ക്രിസ്തുവാണെന്നുള്ളത് നമ്മൾ പറയണം. ക്രിസ്തുവാണെന്ന് നമ്മൾ പറഞ്ഞെന്നാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചെന്നാൽ അവിടെ മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം ഉണ്ടാകുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കും. ഇവിടെ അതുകൊണ്ടിട്ടാണ് ഇവിടെ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് എന്ന് നമ്മൾ വായിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ യേശുവിനെ ക്രിസ്തുവാണെന്ന് നമ്മൾ പ്രസംഗിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിച്ചെങ്കിലേ ദൈവം യേശുവിനെ ക്രിസ്തുവായിട്ടാണ് നൽകിയത്. അതുകൊണ്ട് നമ്മൾ ആ യേശുവിനെ ക്രിസ്തുവാണെന്ന് തന്നെ പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിക്കുമ്പോഴേ അതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അവിടെ മാനസാന്തരങ്ങളുണ്ടാകും, അവിടെ വീണ്ടെടുപ്പുകൾ നടക്കും. അപ്പോൾ നമ്മൾ ജനം വിടുവിക്കപ്പെടണമെങ്കിൽ, വീണ്ടെടുപ്പ് ഉണ്ടാകണമെങ്കിൽ, വീണ്ടെടുപ്പുകാരനായിട്ട് ദൈവം തന്നത് കൊണ്ട് നമ്മൾ ആ വീണ്ടെടുപ്പുകാരനായിട്ട് തന്നെ പ്രസംഗിക്കണം. ഇവിടെ പത്രോസ് ചെയ്തത് അതാ. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മളത് വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. വ്യക്തമായിട്ട് നമ്മുടെ സഭകളിൽ യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് താഴത്തേക്ക് വായിക്കൊന്നും കൂടി ആദിമസഭ എങ്ങനെയായിരുന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി താഴത്തേക്ക് വായിക്കുന്നത്. ആദിമസഭ, ആ സഭയുടെ ശുശ്രൂഷ എന്തായിരുന്നു, ആ സഭ എങ്ങനെയാണ് മുന്നോട്ട് പോയത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മളുടെ സഭകളും എങ്ങനെ പോകുന്നു, ആദിമസഭ എങ്ങനെ പോയിരുന്നു, ഇത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് തിരിച്ചറിയുന്നത് നമുക്ക് തിരുത്തപ്പെടാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അതിനായിട്ട് നമുക്ക് 41 വായിക്കാം. അതായത് അപ്പോസ്തലപ്രവൃത്തി 2:41. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ വാക്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വാക്യം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമായിട്ട്
ഇന്ന് നമ്മുടെ സഭകളിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മുടെ സഭകളിൽ ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ അറിവോ എൻ്റെ കാഴ്ചപ്പാടോ അല്ല. ദൈവത്തിൻ്റെ കൃപയാലെ എനിക്ക് ഉറപ്പോടെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ കഴിയും. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലിരിക്കും. പിതാവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ പിതാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന വെളിപ്പാടുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് നമ്മളായിരിക്കുന്ന ഇന്നത്തെ കൂട്ടായ്മകളിൽ നടക്കുന്ന പല തെറ്റായ പ്രവണതകളെയും എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതിനെ ഞാൻ അതുപോലെ തന്നെ ഞാൻ ഈ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ വചനപ്രകാരം അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുക. ശരിയാണെങ്കിൽ നിങ്ങൾ അത് ഏറ്റെടുത്ത് നമ്മൾ ആ ശരിയിലേക്ക് ആ ശരിയെ നിങ്ങൾ അംഗീകരിക്കുകയും അതിന് വിരോധമായി നമ്മളുടെ ശുശ്രൂഷ മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്തുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കപ്പെടണം. എങ്കിലേ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ ഈ ഭൂമിയിൽ തികച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നമുക്ക് അവസാനം കേൾക്കാൻ കഴിയത്തുള്ളൂ. ഇനി നമ്മൾ താഴത്തേക്ക് നമ്മളിനി വചനം വായിച്ചിട്ട് ചിന്തിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മളെ സഭകളിൽ നടക്കുന്ന ചില ശുശ്രൂഷകളുടെ തെറ്റായ ചില കാഴ്ചപ്പാടുകൾ, ശുശ്രൂഷയിലുള്ള ചില തെറ്റായ കാഴ്ചപ്പാടുകളെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്, വചനപ്രകാരം വെളിപ്പെടുത്തി തന്നത് ഞാനത് നിങ്ങളോട് സംസാരിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ തിരുത്താൻ നിങ്ങൾ സമർപ്പിതരായിരിക്കണം. തിരുത്തിയെങ്കിലേ നമുക്ക് ദൈവഹിതപ്രകാരം ചട്ടപ്രകാരം നമുക്ക് പോരാടാൻ പറ്റും. നമ്മളിവിടെ വായിക്കുന്നുണ്ട് 2 തിമോത്തി 2-ാം അധ്യായത്തിൽ ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കത്തില്ല. അപ്പോൾ ഇവിടെ അതിനായിട്ട് അത് ഞാൻ ഒന്നും കൂടി വായിക്കണം വചനം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 42. ആദിമസഭ അവിടെ രൂപപ്പെട്ടു, 3000 പേര് രക്ഷിക്കപ്പെട്ടു. പത്രോസ് യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിച്ചു, 3000 പേര് രക്ഷിക്കപ്പെട്ടു. അവർ സഭ ആരംഭിക്കുകയാണ്. എന്നിട്ട് അവിടെ 42 എഴുതിയിരിക്കുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇപ്പം ഇതിൽ നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തായിരുന്നു? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തായിരുന്നു? ഇത് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കിത് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് വാസ്തവമായിട്ടും എൻ്റെ കണ്ണ് തുറന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം. അതിൻ്റെ 18 തുടങ്ങി ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ യേശു ഇവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണമെന്നാണ്. അപ്പോൾ ഈ അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞത് ശ്രദ്ധിക്കണേ എന്താണെന്നുള്ളത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി നമ്മൾ 2:42 എന്താണ് നമ്മൾ വായിക്കുന്നത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് ആദിമസഭയിൽ ഉപദേശിച്ചത്. ഇവിടെ നമ്മൾ ഇതിനെ തെറ്റിദ്ധരിക്കുന്നത് എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ സഭകളിൽ ശുശ്രൂഷിക്കുന്നതും അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളാണ്. അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളാണെന്ന് കരുതിയിട്ട് ലേഖനങ്ങളാണ് സഭകളിൽ ശുശ്രൂഷിക്കുന്നത്. ലേഖനത്തിൽ നിന്നുള്ള ഉപദേശങ്ങളാണ് സഭയിൽ ഉപദേശിക്കുന്നത്. അവിടെയാണ് നമുക്ക് തെറ്റിയത്. അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത്. നമ്മുടെ സഭകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ പല തെറ്റിദ്ധാരണകളാൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ യേശു കർത്താവ് ഇവിടെ പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന മുമ്പ് യേശു കർത്താവ് പറയും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണമെന്നാണ്.
അത് കേട്ട ശിഷ്യന്മാർ, യേശു പറഞ്ഞത് കേട്ട യേശു പറഞ്ഞത് കേട്ട ശിഷ്യന്മാർ, ആ സഭ 3000 പേര് രക്ഷിക്കപ്പെട്ട് സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവർ ഉപദേശിച്ചത്, ഇവിടെ എഴുതിയിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പ്രാർത്ഥന കഴിച്ചും പോകുന്ന. അപ്പോൾ യേശുവിൻ്റെ ഉപദേശം കേട്ട ഈ ശിഷ്യന്മാർ ആദിമസഭയിൽ 3000 പേര് രക്ഷിക്കപ്പെട്ട ആദിമസഭയിൽ ഉപദേശിച്ചത് ക്രിസ്തു ഇവരോട് ഉപദേശിച്ച ഉപദേശങ്ങളാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് അപ്പോസ്തലന്മാരാരും ലേഖനങ്ങൾ എഴുതിയിട്ടില്ല. സഭ സ്ഥാപിക്കപ്പെട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ലേഖനങ്ങൾ എഴുതപ്പെട്ടത്. അപ്പോൾ ഇവർക്ക് പ്രസംഗിക്കാനായിട്ട് ഒന്നേ ഉണ്ടായിരുന്നില്ല. ആദിമസഭയിൽ ക്രിസ്തു ഇവരോട് ഉപദേശിച്ച ഉപദേശങ്ങൾ എന്താണോ ആ ഉപദേശങ്ങളാണ് ഇവർക്ക് സഭയിൽ ഉപദേശിക്കാനുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ക്രിസ്തു എന്താണ് ഉപദേശിച്ചത്? ക്രിസ്തു ഈ 3.5 വർഷം താൻ പരസ്യ ശുശ്രൂഷ ചെയ്ത കാലയളവിൽ ഈ ശിഷ്യന്മാരെയും കൂട്ടി നടന്നപ്പോൾ യേശു പ്രസംഗിച്ച പ്രസംഗങ്ങൾ, യേശു ജനത്തോട് സംസാരിച്ച ഓരോ പ്രസംഗങ്ങളും ഓരോ ഉപദേശങ്ങളും കേട്ട് മനസ്സിലാക്കി ആ ഉപദേശങ്ങളെ കേട്ട് മനസ്സിലാക്കിയ ഈ ശിഷ്യന്മാരോടാണ് യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണമെന്ന്. ഉപദേശം കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ യേശു ഉപദേശിച്ച ഉപദേശങ്ങൾ കേട്ടവരാണ് ഈ 3.5 കൊല്ലം യേശുവിൻ്റെ ഉപദേശങ്ങൾ കേട്ട് യേശുവിനോട് കൂടെ നടന്നവരാണ് ഈ അപ്പോസ്തലന്മാർ. അന്ന് കേട്ട കാര്യങ്ങൾ സഭയ്ക്കകത്ത് ഉപദേശിക്കണമെന്നാണ് യേശു കർത്താവ് ഇവിടെ പറഞ്ഞത്. നമ്മളത് തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മാറ്റം എന്ന് വെച്ചെന്നാൽ, അങ്ങനെയാണെങ്കിൽ യേശു എന്താണ് ഉപദേശിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. യേശു 3.5 വർഷം തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശു ഈ ശിഷ്യന്മാരെയും കൂട്ടി നടന്നിട്ട് ജനത്തോട് ഉപദേശിച്ച ഉപദേശങ്ങൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞിട്ട് ആ ഉപദേശങ്ങളാണ് നമ്മൾ സഭക്കകത്ത് ഉപദേശിക്കേണ്ടത്. അതാണ് സഭയുടെ അടിത്തറ. ആ ഉപദേശത്തിൽ നിന്ന് വേണം സഭ ആരംഭിക്കാൻ. ആ ഉപദേശമാണ് ശിഷ്യന്മാർ ആദിമസഭയിൽ ഉപദേശിച്ചത്. അതാണ് അപ്പോസ്തലിക ഉപദേശമെന്ന് ഇവിടെ പറയാം. അപ്പോസ്തലന്മാരുടെ ഉപദേശവും കേട്ടും പ്രാർത്ഥന കഴിച്ചും അപ്പം നുറുക്കിയും പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലേഖനങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങൾ എടുത്തിട്ടാണ് ഉപദേശിക്കുന്നത്. ലേഖനങ്ങളല്ല. ലേഖനങ്ങൾ വന്നത് സഭ സ്ഥാപിക്കപ്പെട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഓരോരുത്തരും ലേഖനങ്ങൾ എഴുതി തുടങ്ങിയത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളത് തിരുത്തണം. നമ്മളുടെ സഭകളിൽ ഇന്നില്ലാത്ത ഒരു കാര്യമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. നമ്മുടെ സഭകളിലില്ല. ഒന്ന്, യേശുവിനെ ക്രിസ്തുവാണെന്ന് ഉപദേശിക്കുന്നില്ല, പ്രസംഗിക്കുന്നില്ല. മറ്റൊന്ന്, ക്രിസ്തുവിൻ്റെ ഉപദേശവും നമ്മുടെ സഭകളിലില്ല. ഇത് നമ്മൾ തിരുത്തണം. ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണെന്ന് അറിയണമെങ്കിൽ യേശു 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ നടത്തിയപ്പോൾ പ്രസംഗിച്ച കാര്യങ്ങൾ നമ്മൾ വായിക്കണം, അത് മനസ്സിലാക്കണം, അത് നമ്മൾ സഭകളിൽ പ്രസംഗിക്കണം. അത് പ്രസംഗിക്കുമ്പോൾ നമ്മളുടെ പുറത്തെ മനുഷ്യനിലുള്ള കുറവുകൾ, വീഴ്ചകൾ ഓരോ വ്യക്തിക്കും മനസ്സിലാവും. അങ്ങനെ അവൻ്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ക്രിസ്തുയേശു മുഖാന്തരം പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ നമ്മുടെ പുറത്തെ മനുഷ്യനിലുള്ള പാപ സ്വഭാവത്തിൽ നിന്നും ഓരോരുത്തർക്കും വിടുതൽ കിട്ടും. ഓരോരുത്തരും പുറത്തെ മനുഷ്യൻ്റെ വീഴ്ചകളെ തിരിച്ചറിയുവാൻ ക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്ക് സഹായമായി തീരും. അതുകൊണ്ടിട്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അതെവിടെ ഉപദേശിക്കുന്ന പറഞ്ഞത്? പിതാവിനും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാനാണ്, വിശ്വാസിയാക്കാനല്ല പറഞ്ഞത്. യേശുവിൽ വിശ്വസിച്ചവർ രക്ഷിക്കപ്പെട്ടു, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റു,
സഭയിൽ വന്നവരെ ഗുരുവായ യേശുവിൻ്റെ ഉപദേശം കേട്ട് ഉപദേശം മനസ്സിലാക്കിയ ഈ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങളും സഭക്കകത്ത് വരുന്നവരോട് ഇത് ഞാൻ ഉപദേശിച്ചത് അവരോട് നിങ്ങൾ ഉപദേശിച്ച് അവരെയും ശിഷ്യരാക്കണം എന്നാണ് യേശു പറഞ്ഞത്. നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സഭകൾ ഈ ഒരു വെളിപ്പാടിൽ, ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സഭകൾ പോകുന്നത്. ദൈവദാസന്മാരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ചിന്തിക്കണം. നമ്മൾ തിരികെ വരണം, നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടണം. എങ്കിലേ ദൈവ പ്രവൃത്തി നമ്മുടെ സഭകളിൽ നടക്കുള്ളൂ. എങ്കിലേ നമ്മൾ ദേശം വിടുവിക്കപ്പെടുള്ളൂ. എങ്കിലേ സഭ അതിൻ്റെ ശക്തിയോടും മഹത്വത്തോടും കൂടി ദേശത്ത് തല ഉയർത്തി നിൽക്കത്തുള്ളൂ. തലയാവുന്ന ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മുടെ സഭകളിൽ ഉപദേശിക്കപ്പെടണം. അതിനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യം പറയുണ്ടായിരുന്നു, ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല, എനിക്കും ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ കർത്താവിനോട് കൂടിയിരുന്നപ്പോൾ, കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവ് എനിക്കിത് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് ഈ തിരിച്ചറിവ് എനിക്കുണ്ടായത്. എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന തിരിച്ചറിവാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ ഏറ്റെടുക്കാം. നമുക്ക് നമ്മുടെ ഈ ആത്മീയ ജീവിതം നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായിട്ട് ഉതകത്തക്ക രീതിയിൽ ഒരു ശിഷ്യനായിട്ട് തീരാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവരായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ ദൈവമഹത്വം നമ്മളിലൂടെ വെളിപ്പെടട്ടെ. ദൈവരാജ്യം എന്താണെന്ന് നമ്മളിലൂടെ ലോകമറിയട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.